ഹായ് ഫ്രണ്ട്സ്, നാടൻ റെസിപ്പിയായ മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഉലുവയും കടുവും ഒന്ന് മൂപ്പിക്കുക. ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റുക. ശേഷം അതേ ജാറിൽ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് ചതച്ചെടുക്കുക. ഞാൻ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി അച്ചാർ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് പാൻ അടുപ്പിലോട്ട് വയ്ക്കുക. നല്ലതുപോലെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെണ്ണയായാലും കുഴപ്പമില്ല ഉപയോഗിക്കാം. ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടി ചേർക്കുക. ശേഷം ഇതിലേക്ക് വിനാഗിരിയും ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഞാൻ ഓൾറെഡി ഈ മാങ്ങയിൽ ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഈ മാങ്ങ ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ആവണം. അതിന് ഏകദേശം ഒരു 2-3 മിനിറ്റ് വേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനത് റെഡിയാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ ഉപ്പൊന്ന് ബാലൻസിങ് ആവാനാണ് പഞ്ചസാര ചേർക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസിലൂടെ ഒന്ന് പറയണേ. താങ്ക് യു.